കർണാടകയിൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആക്രമണം. സഹപാഠിയുടെ ആക്രമണത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. 8 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ബെല്ലാരി ഗുരുകുൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. ശ്രീധരൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠിയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? ബെല്ലാരിക്ക് സമീപത്ത് അല്ലെങ്കിൽ ബെല്ലാരിയിൽ പ്രവർത്തിക്കുന്ന ഗുരുകുൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം കിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രതിയായിട്ടുള്ള കുട്ടി, പ്രായപൂർത്തിയാകാത്തതാണ്, ആ കുട്ടി ഒരു ഇരുമ്പ് വടി കൊണ്ട് ഉറങ്ങിക്കിടന്ന കുട്ടികളുടെ എല്ലാം തന്നെ തലയ്ക്കടിച്ച് ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിലാണ് ഒരു കുട്ടി, 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി മരിക്കുന്നത്. ഏതായാലും ഇതിനുശേഷം 8 കുട്ടികളെ ഇയാൾ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ കുട്ടികൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡനും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടർന്ന് അത് പരിഹരിച്ച് കുട്ടികളെയെല്ലാം തന്നെ പിരിച്ചുവിട്ട ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കിടന്നത്. പോകുന്ന വഴി ഈ കുട്ടികളെ ആക്രമിച്ച ശേഷം പോകുന്ന വഴി ഹോസ്റ്റൽ വാർഡനെയും ഇരുമ്പോടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതിയായ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ കുട്ടികളെല്ലാം തന്നെ ബെല്ലാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായിട്ട് എന്താണ് മോട്ടീവ് എന്ന് സംബന്ധിച്ചും പോലീസ് ഈ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും ഹോസ്റ്റലിലെ മറ്റ് ജീവനക്കാരിൽ നിന്നെല്ലാം തന്നെ മൊഴിയെടുത്ത് വരികയാണ്. ഏതായാലും കേവലം വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് സ്വാഭാവികമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. കയ്യാങ്കളി ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്